എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലത്തെ നേരം എന്നും ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പുട്ട് ഇതൊക്കെ ആയിട്ട് എല്ലാവരും മടുത്തിരിക്കല്ലേ. അപ്പോൾ അരിപ്പൊടി വെച്ച് വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അന്ന് നമ്മൾ റെഡിയാക്കാൻ പോണേ. 3/4 കപ്പ് ഫൈൻ അരിപ്പൊടിയാണ് എടുത്തേക്കണേ. അരിപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. കളറൊന്നും മാറരുത് കേട്ടോ ചൂടാക്കുമ്പോൾ. ഇത് മാറ്റി വയ്ക്കാം. ജാറിലേക്ക് 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 10 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ച പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചേക്കണ അരിപ്പൊടിയിലേക്ക് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് എടുത്തോളൂട്ടാ. ഇത് മാറ്റി വയ്ക്കാം. അതേ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച ചോറ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് അരയ്ക്കുമ്പോൾ വെള്ളം വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തോളൂട്ടാ. ഫൈനായിട്ട് അരച്ചെടുക്കണം. അതുപോലെ ഞാൻ മട്ടരിയാണ് എടുത്തേക്കണേ. വെള്ളരിയുടെ ചോറായാലും കുഴപ്പമില്ല. 3/4 കപ്പ് അരിപ്പൊടിക്ക് 3/4 കപ്പ് തന്നെ ചെറിയ നാളികേരം ചേർക്കണം. 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പാല് തളിച്ച് കുഴച്ചാൽ മതി. വെള്ളം ഏത് വേണമെങ്കിൽ തളിച്ച് നമുക്ക് കുഴക്കാട്ട. നല്ല കട്ടിയുള്ള ഡോ ആക്കി എടുക്കണം. നമ്മളെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കുഴക്കാം. പാൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതിയിട്ട്. പാല് ചേർക്കുമ്പോഴാവും നല്ല ടേസ്റ്റ് കിട്ടുക. കുറേശ്ശെ ചേർത്തിട്ട് കുഴക്കണം. നല്ല കട്ടിയിൽ കുഴച്ചെടുത്തോട്ടാ. എനിക്ക് 1/4 കപ്പ് പാലേ വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം ഇതൊന്ന് പരത്തുക. ഇത് നമ്മുടെ വിരൽ വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം ഷേപ്പാക്കി എടുക്കാം. എല്ലാം ഷേപ്പാക്കി എടുത്തു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഈർപ്പം തട്ടും. അടിയിലത്തെ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ആവും. പാത്രത്തിൽ വെക്കരുത്, ഇലയിലേ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ വെച്ചാലും മതി. വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും ഒരു ഇല വെക്കണം കേട്ടോ. കവർ ചെയ്യണ മുമ്പ് അടപ്പ് വെച്ച് അടച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്ക് തുറക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കട്ടെ. ഒരുപാട് തണുത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് തണുത്താൽ മാത്രം മതി. അപ്പം എല്ലാം തണുത്തുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെയും കഴിക്കാട്ട. നമ്മളിതിൽ ഇനി ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് കഴിക്കുമ്പോഴാവും ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ചിരകിയ നാളികേരം വെച്ച് കൊടുക്കാം. ഇങ്ങനെ വേണം കേട്ടോ ഈ അപ്പം കഴിക്കാനായിട്ട്. ശരിക്കും ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കോക്കനട്ട് അപ്പത്തിൻ്റെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അരിപ്പൊടി വെച്ച് സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.